ന്യൂനപക്ഷങ്ങളിലെ പ്രമുഖ പക്ഷത്തോടെ LDF-നും UDF-നും താൽപര്യമുള്ളൂവെന്നും മുനമ്പം വഖഫ് വിഷയത്തിൽ അവരെടുത്ത സമീപനത്തിലൂടെ അത് തെളിഞ്ഞതായും ഫാദർ ജോഷി മയ്യാറ്റിൽ. ജസ്റ്റിസ് MA നിസാർ മതവിശ്വാസി എന്ന നിലയ്ക്കാണ് മുനമ്പം വിഷയത്തെ നോക്കിക്കണ്ടതെന്നും ഫാദർ ജോഷി മയ്യാറ്റിൽ അഭിപ്രായപ്പെട്ടു. ജനം TVയിലെ അഭിമുഖ പരിപാടിയായ മറുപടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂനപക്ഷ സ്നേഹം ഒരു ഭാഗത്ത് അവർ പറയുന്നുണ്ട്, പക്ഷെ അത് കൃത്യമായിട്ട് പ്രകടിപ്പിക്കുന്നില്ലല്ലോ. ഇങ്ങനെ സന്നിഗ്ധ ഘട്ടത്തിൽ കൂടെ നിൽക്കേണ്ടവർ കൈയൊഴിയുന്ന ഒരു സമീപനമല്ലേ സ്വീകരിച്ചത്? അത് ന്യൂനപക്ഷം എന്ന് വെച്ചാൽ ഏത് പക്ഷം എന്നുള്ളതാണ് വിഷയം. ഇപ്പോൾ കോൺഗ്രസിനായാലും ഇടതിനായാലും ന്യൂനപക്ഷം എന്നുള്ളത് ന്യൂനപക്ഷങ്ങളിലെ ഒരു പ്രമുഖ പക്ഷം മാത്രമാണ് അവർക്ക് ന്യൂനപക്ഷം. അതുകൊണ്ട് മുനമ്പം വിഷയത്തിൽ അവർ കാണുന്ന ന്യൂനപക്ഷം ഇല്ല. അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് വോട്ട് ബാങ്ക് ആരാണോ ആ പക്ഷത്തെ പ്രീണിപ്പിക്കുക, അതിനുവേണ്ടി തീരുമാനങ്ങൾ എടുക്കുക, അതിനുവേണ്ടി പ്രമേയം പാസ്സാക്കുക, അത്രയേ ഉള്ളൂ. ഇവിടെയുള്ള വിഷയം എന്താണെന്നറിയാമോ? വൺസ് വക്കഫ് ഓൾവേസ് വക്കഫ് എന്ന് പറഞ്ഞ ഈ ഒരു നിയമം അത് എല്ലാത്തിനും മുകളിലാക്കി വെക്കാനുള്ള തന്ത്രം, അതാണ് സത്യത്തിൽ ഈ വഖഫ് ആക്ടിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം. ഇത് ചെയ്തത് ഭരണഘടനയോട് താല്പര്യമുള്ള രാഷ്ട്രീയക്കാരാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. നിങ്ങളൊന്ന് അന്വേഷിച്ച് പോകൂ, വഖഫ് ആക്ട് ഫോമുലേറ്റ് ചെയ്തത് ആരാണ്? അത് പഠിക്കാവുന്നൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം അതിൻ്റെ പിന്നിലുള്ളത്. അത് വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ്. അപ്പോൾ നിസാർ കമ്മീഷൻ്റെ കണ്ടെത്തലുകളിൽ വലിയ വീഴ്ചകൾ, പ്രൊസീജറൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിലൂടെയും വ്യക്തമായി, ഇന്ത്യൻ എക്സ്പ്രസ്സിൽ കൊടുത്ത ചർച്ചയിലൂടെയും വ്യക്തമായല്ലോ. അള്ളാഹുവിനുള്ള ഭൂമി സംരക്ഷിക്കാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ടെന്ന്. അപ്പോൾ ഒരു ന്യായാധിപൻ എന്ന വിധത്തിലല്ല, ഒരു മതവിശ്വാസി എന്ന നിലയിലാണ് അദ്ദേഹം ഈ വിഷയത്തെ കണ്ടതെന്നല്ലേ അതിൽ നിന്ന് മനസ്സിലായത്.